നമസ്കാരം. 242 യാത്രക്കാരുമായി ഉച്ചയ്ക്ക് 1:39 സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്നതാണ് എയർ ഇന്ത്യയുടെ ബോയിംഗ് 787 ഡ്രീംലൈൻ വിമാനം. ടേക്ക് ഓഫിന് ശേഷം നിമിഷങ്ങൾ മാത്രം വിമാനത്താവളത്തിന് ഏറെയൊന്നും മാറിയല്ലാത്ത മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന് മുകളിലേക്കാണ് വിമാനം പതിച്ചത്. വിമാനത്തിലെ ഒരാൾ ഒഴികെ മറ്റ് യാത്രക്കാരും ജീവനക്കാരും മരണപ്പെട്ടു. അപകടത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും വ്യാപകമായി പ്രചരിക്കുകയാണ്. ആ വൻ ദുരന്തത്തിൽ നിന്നും ഒരേ ഒരാൾ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ രമേശിനെ കുറിച്ചുള്ള വാർത്തകളാണ് പാശ്ചാത്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറയുന്നത്. 11A നമ്പർ സീറ്റിലാണ് ഇദ്ദേഹം യാത്ര ചെയ്തിരുന്നത്. ആളിക്കത്തുന്ന വിമാനത്തിൽ നിന്ന് പുറത്തെത്തിയ ശേഷം വിശ്വാസ് കുമാർ ആദ്യം ചെയ്ത കാര്യം വീട്ടുകാരെ ഫോൺ ചെയ്ത് താൻ രക്ഷപ്പെട്ടു എന്ന കാര്യം അറിയിക്കുകയായിരുന്നു. ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത ലോക മാധ്യമങ്ങൾ ആശ്ചര്യത്തോടെയും അത്ഭുതത്തോടെയുമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിനിടയിൽ ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി ചർച്ചയാവുകയാണ്. വിമാന അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഗാനഗന്ധർവൻ KS യേശുദാസിനെ കുറിച്ചാണ് ഇപ്പോൾ കേരളത്തിൽ ചർച്ച. 2 തവണയാണ് യേശുദാസ് വിമാന അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. 1971 ഡിസംബർ 9 ആദ്യ സംഭവം. പശ്ചിമഘട്ടത്തിലെ മേഘമലയിൽ തകർന്നു വീണ വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടതായിരുന്നു യേശുദാസ്. വിമാനത്താവളത്തിലെത്താൻ വൈകിയതിനാൽ മാത്രമാണ് അന്ന് അദ്ദേഹം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ആദ്യ യാത്ര നടത്തിയ ആവ്രോ വിമാനം തുടർന്ന് മധുരയിലേക്ക് പുറപ്പെടുമ്പോഴായിരുന്നു തകർന്നു വീണത്. തിരുകൊച്ചിയിലെ ആരോഗ്യമന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവ് G. ചന്ദ്രശേഖർ പിള്ള ഉൾപ്പെടെ 20 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. 1978 ഒക്ടോബർ 13 രണ്ടാമത്തെ സംഭവം. തീപിടിച്ച ബ്രിട്ടനിലെ മാഞ്ചസ്റ്ററിലെ റിഗ്ബി വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയ എയർ ഇന്ത്യയുടെ ബോയിംഗ് വിമാനത്തിലെ 350 യാത്രക്കാരിൽ യേശുദാസ്, ഭാര്യ പ്രഭ, 1 വയസ്സുള്ള മകൻ വിനോദ്, അന്നത്തെ കൊച്ചു ഗായിക സുജാത, അതായത് ഇന്നത്തെ സുജാത മോഹൻ, സുജാതയുടെ അമ്മ ദേവി തുടങ്ങിയവരും ഉണ്ടായിരുന്നു. കാനഡയിലും ന്യൂയോർക്കിലും സംഗീത പരിപാടികൾ നടത്തിയ ശേഷം ലണ്ടൻ വഴി ന്യൂഡൽഹിയിലേക്ക് മടങ്ങിയ യേശുദാസിന്റെ സംഘത്തിൽ 6 ഗായകരും ഉണ്ടായിരുന്നു. ന്യൂയോർക്കിൽ നിന്ന് പറന്നുയർന്ന് 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് വിമാനത്തിലെ ബാഗേജ് സൂക്ഷിക്കുന്ന സ്ഥലത്ത് പുക കണ്ടത്. അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലായിരുന്ന വിമാനം പൈലറ്റ് അടിയന്തരമായി മാഞ്ചസ്റ്ററിൽ ഇറക്കി. വിമാനത്തിലെ ഒരു ബൾബിൽ നിന്നുള്ള ചൂടേറ്റ് യേശുദാസിന്റെ ഇലക്ട്രിക് ഓർഗൻ ഉരുകിയാണ് പുക വന്നതെന്ന് പിന്നീട് കണ്ടെത്തി. തീ പടർന്നെങ്കിൽ അന്ന് വൻ ദുരന്തം ഉണ്ടാകുമായിരുന്നു. അങ്ങനെ 2 തവണയാണ് വിമാന അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി ഗാനഗന്ധർവൻ രക്ഷപ്പെട്ടത്. ഈ വാർത്തയാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്.